നെക്സ്റ്റ് നമ്മളെ ടോപ്പിക്ക് ലൂപ്പ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലൂപ്പ് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, സോ ഇവിടെ ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട് ആൻഡ് ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ട്. ഓക്കെ, 3 ലൂപ്പാണുള്ളത്. അപ്പോൾ ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെയിം ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻലി യൂസ് ചെയ്യുക വെൻ ദ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ ഇസ് അൺനോൺ, ഇസ് നോൺ. ഓക്കെ, ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, അതായത് യൂസ്ഡ് വെൻ ദ നമ്പർ ഓഫ് ഐട്രേഷൻ ഇസ് നോൺ. നമുക്കറിയാം ഒരു സാധനം ഇത്ര ടൈമാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിയുകയാണെങ്കിൽ അതിന് നമ്മൾ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഫോർ ഇൻ ഐ ഇസ് ഇക്വൽ ടു 0, ഐ ലെസ് ദാൻ 10, ഐ പ്ലസ് പ്ലസ് റീഡ് ADC എന്ന് പറഞ്ഞാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ. അപ്പം അതിൻ്റെ ഔട്ട് റീഡ് ചെയ്യാനാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ, ഐ എന്ന് പറഞ്ഞാൽ 0 ആണ്, അതേപോലെ ഐ എന്ന് പറഞ്ഞാൽ 1 കൊടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞത് ഐ ഈസ് ഈക്വൽ ടു 0, ഐ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഐ ലെസ് ദാൻ 10 ആണെന്നുണ്ടെങ്കിലും ഇത് റീഡ് ചെയ്യണം. ഐ പ്ലസ് പ്ലസ്, ഓക്കെ, അതായത് 9 വരെ ഇവിടെ നമ്മൾ കൊടുത്തത് ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫസ്റ്റ് I1 വായിക്കും, പിന്നെ I2 വായിക്കും, പിന്നെ I3 വായിക്കും, അങ്ങനെ ആഡ് ചെയ്ത് പോകാനാണ് ഐ പ്ലസ് പ്ലസ് ഉള്ളത്. ഇവിടെ നമ്മൾ കൊടുത്തത് ഐ ലെസ് ദാൻ 10, അപ്പോൾ 10ൻ്റെ താഴെയുള്ള, അതായത് ഐ ഈക്വൽ ടു 9 വരെയുള്ള വാല്യൂസിനെ നമുക്ക് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ വാല്യൂ അറിയുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണത്. ഓക്കെ, സിൻസ് ദ നമ്പർ ഓഫ് ഐട്രേഷൻ ഇസ് നോൺ. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ 10 റൺസ് 10 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൂപ്പ് സ്റ്റോപ്പ് ആവും, പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. ഇനി നെക്സ്റ്റ് വൈൽ ലൂപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് നോൺ അല്ല, അൺനോൺ ആണ്. ഓക്കെ, ഇവിടെ ലൂപ്പിലാണെങ്കിൽ നോൺ ആണ്, പക്ഷേ ഇവിടെ വൈലിലാണെങ്കിൽ നമുക്ക് അറിയൂല എത്ര കണ്ടിന്യൂസ് ആയിട്ട് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ അതിന് യൂസ്ഡ് ഫോർ കണ്ടിന്യൂസ് മോണിറ്ററിങ്. നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് നിൽക്കണം, എത്ര റിപ്പീറ്റേഷൻ വേണം, എന്താ ഇപ്പോൾ ചെയ്യാന്നുള്ളത്, എത്ര ടൈം ചെയ്യണം എന്നുള്ളത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ട് നിൽക്കണം. സോ വൈൽ സെൻസർ റെഡി ഈസ് ഈക്വൽ ടു 0, ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം സെൻസർ റെഡി ആണോ ചെക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളൊന്നുകൂടി ചെക്ക് ചെയ്യും, അതായത് ഇതിപ്പോൾ റെഡി 0, 1 ആവണ വരെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇൻഫിനിറ്റ് ലൂപ്പ്. ഓക്കെ, ഇൻഫിനിറ്റ് ലൂപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ പറഞ്ഞ, അതായത് ഇൻഫിനിറ്റ് ലൂപ്പ് നമ്മളിപ്പോൾ ഒരു മുകളിലത്തെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതായത് സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ മുകളിൽ നിന്ന് തുടങ്ങും, താഴത്തെ പിന്നെ മുകളിൽ നിന്ന് തുടങ്ങും, നെവർ ഇറ്റ് സ്റ്റോപ്സ്. ഒരു എക്സാമ്പിൾ എന്താ, വൈൽ 1. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ വൈൽ 1. അപ്പോൾ വൈൽ 1 എന്താ, ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മുകളിൽ പോകും, പിന്നെ ഇതേത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് നിൽക്കും, അതൊരിക്കലും സ്റ്റോപ്പ് ആവില്ല. അതിൻ്റെ റിപ്പീറ്റേഷൻസ് നമുക്ക് അൺനോൺ ആണ്, സ്റ്റോപ്പ് ആവില്ല. ഓക്കെ, അപ്പോൾ വൈൽ 1 എന്ന് പറഞ്ഞാൽ നെവർ സ്റ്റോപ്സ്. എന്നിട്ട് വാല്യൂ റീഡ് ചെയ്യും, ഡാറ്റ പ്രോസസ്സ് ചെയ്യും, പിന്നെ വാല്യൂ റീഡ് ചെയ്യും, അതിങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഓഫ് ലൂപ്പ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ആൻഡ് ഇൻഫിനിറ്റ് ലൂപ്പ്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഇൻ എംബെഡഡ് സിസ്റ്റം. ഓക്കെ, ഫങ്ഷൻസ് ഇൻ എംബെഡഡ് സിസ്റ്റം. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കോഡാണ്, ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. അതായത് ഇപ്പോൾ ഒരു കോഡുണ്ട്, അങ്ങനെ ഒരു സെറ്റ് ഓഫ് കോഡുണ്ട്. അപ്പം ഈ കോഡ് എന്തിനാണെന്ന് വെച്ചാൽ ഒറ്റൊരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോഡാണ്. ഇങ്ങനൊരു ബ്ലോക്ക് ഓഫ് കോഡിനെ പറയുന്ന പേരാണ് ഫങ്ഷൻ. ഓക്കെ, സോ ഫങ്ഷൻസ് ഇംപ്രൂവ് കോഡ് മോഡുലാരിറ്റി ആൻഡ് റീഡബിലിറ്റി. സോ നമ്മളിപ്പം ഒരു സെയിം കോഡ് കുറേ വട്ടം ഇങ്ങനെ എഴുതുന്നതിന് പകരം നമ്മളൊരു വട്ടം ആ കോഡ് എഴുതി കഴിഞ്ഞിട്ട്, അതായത് ആ ഫങ്ഷൻ നമ്മൾ വൺസ് ആസ് എ ഫങ്ഷൻ ആക്കി എഴുതി കഴിഞ്ഞാൽ നമ്മളതിനെ എവിടെ വേണമെങ്കിലും കോൾ ചെയ്യുക, കുറേ വട്ടം അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനാണ് ഫങ്ഷൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെ കോഡ് കണ്ടോ, വോയിഡ് LED കൺട്രോൾ വോയിഡ് ഇത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫങ്ഷൻ്റെ നെയിം LED കൺട്രോളാണ് ഇവിടുത്തെ ഫങ്ഷൻ്റെ നെയിം. ഓക്കെ, ആൻഡ് വെനെവർ വി കോൾ, അതായത് ഇവിടെ പറഞ്ഞത് LED കൺട്രോൾ ഇത്. അപ്പോൾ അത് നമ്മൾ എപ്പോൾ അത് നമ്മൾ കോൾ ചെയ്താലും LED ടോഗിൾ ആവും. ഓക്കെ, അപ്പം ഇപ്പോൾ താഴേക്ക് നോക്കാം, ഇത് കണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ ടോഗിൾ ചെയ്യാനുള്ള ഫങ്ഷൻസ്, അതായത് പിന്നിൻ്റെ ഡിഫറെൻറ്റ് GPIO പിൻസ്, പിൻ നമ്പർ 5, പിൻ A, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇപ്പം ഈ LED കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യും. സോ ഈ വോയിഡ് LED ഇത് നമ്മൾ എവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ആക്ഷൻ നടക്കും. സോ അതാണ് ഈ ഫങ്ഷൻ്റെ ആവശ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ ഫങ്ഷൻ നെയിം LED കൺട്രോൾ എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാലും ഈ LED ടോഗിൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡ്
റീയൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. വായിക്കാനും ഈസിയാണ്, ഡീബഗ് ചെയ്യാനൊക്കെ ഈസിയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് കോഡ് റീയൂസബിലിറ്റി. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ റീയൂസ് ചെയ്യാൻ പറ്റും, ഈസിയാണ് ഡീബഗ് ചെയ്യാനും റീഡ് ചെയ്യാനൊക്കെ. പിന്നെ ബെറ്റർ പ്രോഗ്രാം ഓർഗനൈസേഷൻ, ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക. അതായത് സെയിം വലിയ കോഡൊക്കെ ആണ് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്നുണ്ടെങ്കിൽ അത് പിന്നെയും നമ്മൾ കുറേ വട്ടം എഴുതേണ്ട ആവശ്യമില്ല. അറ്റ് ടൈം ഫംഗ്ഷനായിട്ട് കോൾ ചെയ്താൽ അത് പിന്നെയും ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കോൾ ചെയ്താൽ മതി. Next is pointers and their importance. Okay. So a pointer stores the address of a memory location. So ഇപ്പം നമുക്കൊരു മെമ്മറി ലൊക്കേഷൻ അറിയണമെങ്കിൽ ആ ഒരു പോയിൻ്ററിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അഡ്രസ്സ്, ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ്. ഓക്കെ. സോ ഇവിടെ ഇൻ വാല്യൂ ഈസ് ഈക്വൽ ടു 10. ഇക്വേഷൻ കണ്ടോ, ഇൻ പോയിൻ്റർ ഇസ് ഈക്വൽ ടു ആമ്പർസൻഡ് വാല്യൂ. സോ ഇപ്പോൾ വാല്യൂ 10 ആണെന്ന് വിചാരിക്കും. ഓക്കെ, 10 ആണ്. അപ്പം വാല്യൂ 10 എന്നുള്ള സോ വാല്യൂ സ്റ്റോർഡ് ഇൻ മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ഒരു വാല്യൂ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിടണം. ഓക്കെ. അപ്പം ഈ വാല്യൂ ആണ് പൊതുവേ സ്റ്റോർ ചെയ്യുക, 10 എന്നുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് 100 സ്റ്റോർ ചെയ്ത് വെച്ചെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സിലൊക്കെ 100 എന്നാണ് ഉണ്ടാവുക. അപ്പം ഈ പോയിൻ്ററിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഹാർഡ്വെയർ രജിസ്റ്റേഴ്സും ഡാറ്റാസൊക്കെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാനൊക്കെയാണ് പോയിൻ്റർ. അപ്പോൾ നമ്മൾ ഒരു വാല്യൂ എവിടെയാണോ സ്റ്റോർ ചെയ്തത് അതിൻ്റെ അഡ്രസ്സ് പോയിൻ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കത് ഈസിലി ആക്സസിബിൾ ആണ്. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ ആക്സസിങ് ഹാർഡ്വെയർ രജിസ്റ്റേഴ്സ്, പിന്നെ പാസിങ് ലാർജ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എഫിഷ്യൻ്റ്ലി, ഡൈനാമിക് മെമ്മറി മാനേജ്മെൻറ്റ് ആൻഡ് ഓൾസോ പെരിഫറൽ ഡ്രൈവർ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഡിവൈസ് ഡ്രൈവേഴ്സിനൊക്കെ ഡെവലപ്പ് ചെയ്യൽ, അതൊക്കെയാണ് ആപ്ലിക്കേഷൻസ്. സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻസ്. ഓക്കെ, ഫസ്റ്റ് സ്ട്രക്ചർ എന്താ പറയുക. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റനെ ഒരു നെയിമിൻ്റെ അടിയിൽ ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഗ്രൂപ്പ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ, അതാണ് സ്ട്രക്ചർ. ഓക്കെ. അപ്പോൾ അതിൻ്റെ താഴെ കണ്ടോ സ്ട്രക്ട് സെൻസർ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ കണ്ടോ അൺസൈൻഡ് ഇൻറ്റിജർ 16 ബിറ്റുള്ളതുകൊണ്ട് ടെമ്പറേച്ചർ, അതേപോലെ ഹ്യൂമിഡിറ്റി ഉണ്ട്. ഇത് രണ്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ആണ്. അത് ഒറ്റൊരു സിംഗിൾ സ്ട്രക്ചർ ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്ത്. കണ്ടോ ഈ ഡിഫറെൻറ്റ് വാല്യൂസിനെ ഒറ്റൊരു സിംഗിൾ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തതിനാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മൾ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എന്ന് 2 ഡിഫറെൻറ്റ് സാധനം ക്രിയേറ്റ് ചെയ്യാതെ ഒറ്റൊരു സെൻസറിൻ്റെ ഉള്ളിൽ തന്നെ ഇത് രണ്ടും ചെയ്തതിനാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതെന്തിനാ വെച്ചാൽ സെൻസർ ഡാറ്റ പെരിഫറൽ കോൺഫിഗറേഷനൊക്കെ യൂസ് ചെയ്യും. പിന്നെ യൂണിയൻ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചർ പോലെ തന്നെയാണ്, സിമിലർ ആണ് സ്ട്രക്ചറിനോട്, പക്ഷേ ഓൾ മെമ്പേഴ്സ് ഷെയർ ദ സെയിം മെമ്മറി ലൊക്കേഷൻ. സോ ഡിഫറെൻറ്റ് വേരിയബിൾ ഷെയർ ദ സെയിം മെമ്മറി ലൊക്കേഷൻ. അപ്പം സെയിം മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്ന ഡിഫറെൻറ്റ് വേരിയബിൾസിനാണ് യൂണിയൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം യൂണിയൻ ഡാറ്റ. അപ്പോൾ ഇവിടെ ഉണ്ടോ വാല്യൂ ബൈറ്റ്, അങ്ങനെ 2 ഇപ്പം അൺസൈൻഡ് ഇൻറ്റിജേഴ്സിൽ 16ഉം ഒന്ന് 18ഉം ആണ് കേട്ടോ. 16ഉം 8ഉം ആണെന്ന്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ബോത്തിനും സെപ്പറേറ്റ് സ്ഥലമായിരുന്നു സ്ട്രക്ചറിൽ ഉണ്ടായിരുന്നത്. പക്ഷേ യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ സെയിം മെമ്മറിയാണ് സ്റ്റോർ ചെയ്യുക. അതാണിത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് അറേസ് ആൻഡ് സ്ട്രിങ്സ്. ഓക്കെ. സോ കമ്മിങ് ടു അറേസ് ആൻഡ് സ്ട്രിങ്സ്. ഒരു അറേ എന്താണ്? മൾട്ടിപ്പിൾ വാല്യൂസ് ഒരു സെയിം ഡാറ്റ ടൈപ്പിൻ്റെ, ഇപ്പം ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട് ക്യാർ. അപ്പോൾ അതിൽ ക്യാരക്ടർ എന്നുള്ള ഡാറ്റ ടൈപ്പിൽ 10, 8, 7, 6 ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്. അതിനൊക്കെ സ്റ്റോർ ചെയ്യണതിന് യൂസ് ചെയ്യുന്നതാണ് അറേ. ഒരു അറേ എങ്ങനെ ഉണ്ടാവുക? അങ്ങനെയല്ല ഒരു അറേ ഉണ്ടാവുക അല്ലേ? 0, 1, 2, 3, 4. ഓക്കെ, അങ്ങനെയല്ല ഒരു അറേ ഉണ്ടാവുക. സോ ഈ അറേ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വാല്യൂസ് ഓഫ് സെയിം ടൈപ്പിനെ സ്റ്റോർ ചെയ്യാനാണ്. ഓക്കെ. അപ്പോൾ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ക്യാരക്ടറിൻ്റെ മൾട്ടിപ്പിൾ വാല്യൂ 1, 2, 3 അതൊക്കെ ക്യാരക്ടറിൻ്റെ മൾട്ടിപ്പിൾ വാല്യൂസ് ആണല്ലോ. അപ്പോൾ അതിനൊക്കെ സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇതൊരു അറേ ആണെന്നാണ് പറയുന്നത്. ദിസ് വൺ, അതായത് 10 വരെയുള്ള വാല്യൂസിനെ ഈ ADC അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടറിൻ്റെ വാല്യൂ 10 ഇതിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ. അപ്പം ഒരു സാധനത്തിൻ്റെ മൾട്ടിപ്പിൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനാണ് അറേ യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻസ് സെൻസർ ബഫറിൽ ആൻഡ് ഓൾസോ കമ്മ്യൂണിക്കേഷൻ ഡാറ്റ സ്റ്റോറേജ്, അതായത് സെൻസർ റീഡിങ്സ്, കമ്മ്യൂണിക്കേഷൻ ബഫേഴ്സ്, ടെമ്പറേച്ചർ ആണെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ഹിസ്റ്ററി, അങ്ങനത്തെ ഒക്കെ സ്റ്റോർ ചെയ്യാൻ അറേ യൂസ് ചെയ്യുക. അതായത് ടെമ്പറേച്ചർ ഇപ്പം 10 ആയി 11 ആയി അങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുമല്ലോ. അപ്പം അതൊക്കെ നമുക്ക് അറേയിൽ സ്റ്റോർ ചെയ്യാം.
പിന്നെ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മെസ്സേജസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സാണ്, ഒരു സിംഗിൾ ക്യാരക്ടറല്ല, കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സാണ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ കാണാം, ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. സോ ഇതിൽ പറയുന്നത് എന്താണ്, ഒരു മെസ്സേജ് നമ്മൾ ടെമ്പറേച്ചർ ഹൈ എന്നുള്ളൊരു മെസ്സേജ് കണ്ടോ, അപ്പോൾ അതൊരു മെസ്സേജാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ മെസ്സേജിനാണ് സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസ്പ്ലേ, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു കാർ പാർക്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പം കാർ ഇപ്പം അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടോ ഇല്ലേന്ന് അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ഡിസ്പ്ലേ ചെയ്യും പാർക്കിംഗ് ഫുൾ, അല്ലെങ്കിൽ പാർക്കിംഗ് അവൈലബിൾ ആണെങ്കിൽ ഇന്ന സ്ലോട്ടിൽ പാർക്കിംഗ് അവൈലബിൾ ആണ്, അതൊക്കെ ഡിസ്പ്ലേ കാണിക്കും. അപ്പം അതൊക്കെ ഒരു സ്ട്രിങ് ആണ്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജസ് ആണല്ലോ, അപ്പോൾ അതൊക്കെ സ്ട്രിങ് ആണ്. Okay, so used in UART communication and displays. Okay, string values. So the next is preprocessor directives. അപ്പോൾ preprocessor directives എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രക്ഷന് ഒരു കമ്പൈലേഷൻ്റെ മുമ്പ് പ്രോസസ്സ് ചെയ്യുക, അതായത് പ്രീ പ്രൊസസ്സർ. അപ്പോൾ ഒരു കമ്പൈലേഷൻ്റെ മുമ്പ് പ്രീ ആയിട്ട് നമ്മളൊരു പ്രോസസ്സ് ചെയ്യണ ഒരു ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്യണതിനാണ് പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഹാഷ് ഇൻക്ലൂഡ് stdio.h, അതായത് നമ്മൾ മുകളിൽ കൊടുക്കുന്ന ഡയറക്റ്റീവ്സ് ആണത്, ഡിക്ലറേഷൻസ്. ഓക്കെ, സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള, അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യണ അങ്ങനെ ആവശ്യമായിട്ടുള്ള ലൈബ്രറീസിനൊക്കെ ആദ്യം ഹെഡർ ഫയൽസിൽ കൊടുക്കുകയാണ്. ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസിനാണ് ഈ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ പ്രീ പ്രൊസസ്സറിൽ ഫസ്റ്റ് അതായത് ഇൻക്ലൂഡ് ഫയൽസ് ആണ്, അതാണ് ഇപ്പോൾ പറഞ്ഞത് ഹാഷ് ഇൻക്ലൂഡ്. അപ്പം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ലൈബ്രറീസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ് ഫയൽസ്. അപ്പം നമ്മളൊരു മെയിൻ ഫംഗ്ഷൻ തുടങ്ങണ മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന സാധനങ്ങളാണ് പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ്സ്. നെക്സ്റ്റ് മാക്രോസ്. മാക്രോസ് എന്താണ്, ഇവിടെ എക്സാമ്പിൾ ഉണ്ടോ, ഹാഷ് ഡിഫൈൻ LED പിൻ 5. ഓക്കെ, അപ്പോൾ ഇതെന്താ പറയണത്, ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ 5 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ ഡിഫൈൻ ചെയ്യാണ്. അതാ അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഇങ്ങനെ 5 ഇപ്പോൾ 5 ആയതുകൊണ്ട് നമുക്ക് വലിയ ടഫില്ല, 5 വാല്യൂ എവിടെ എഴുതാം. പക്ഷേ ഇപ്പോൾ സപ്പോസ് ഡിഫൈൻ LED പിൻ ഒരു വലിയ വാല്യൂ ആണ്, 11063215 ഒരു വലിയ വാല്യൂ ആണ് വിചാരിക്കും. അപ്പോൾ ഈ വലിയ വാല്യൂ നമ്മൾ റിപ്പീറ്റഡ്ലി എല്ലായിടത്തും ടൈപ്പ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് പകരം നമ്മൾ ഡിഫൈൻ LED പിൻ ഇസ് ഈക്വൽ ടു ഈ വാല്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഈക്വൽ ടു ഇല്ല കേട്ടോ, ഈ വാല്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോഡിൽ എവിടെയും LED പിൻ എഴുതിയ ഈ വാല്യൂ അവിടെ റീഡ് ആവും. ഓക്കെ, അതിനാണ് മാക്രോസ്, ഒരു ഷോർട്ട് നെയിം പോലെ. ഓക്കെ, സോ നമ്മളിപ്പം ഡിഫൈൻ LED പിൻ 5 എന്ന് കൊടുത്താൽ ആ 5 ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് 5 എവറിവെയർ ജസ്റ്റ് LED പിൻ എഴുതിയാൽ മതി. അപ്പം അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് റീഡ് ചെയ്യാൻ ഈസിയാവും, മോഡിഫൈ ചെയ്യാനും ഈസിയാവും. അതേപോലെ തന്നെ അവോയ്ഡ്സ് ഹാർഡ് കോഡഡ് വാല്യൂസ്, അതായത് ഹാർഡായിട്ടുള്ള വാല്യൂസൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ജസ്റ്റ് ആ നെയിം കൊടുത്താൽ മതി. നെക്സ്റ്റ് കണ്ടീഷണൽ കമ്പൈലേഷൻ. കണ്ടീഷണൽ കമ്പൈലേഷനിൽ പറഞ്ഞത് ഇപ്പം ആ കോഡ് നോക്കിട്ടോ, കണ്ടീഷണൽ കമ്പൈലേഷൻ്റെ. സോ ഡീബഗ് മോഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എറർ മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ ഡീബഗർ മോഡ് ഇസ് ഈക്വൽ ടു ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോഡ് സ്കിപ്പ് ചെയ്യും. ഓക്കെ, അതായത് ഡീബഗ് വേർഷൻസിലാണ് നമ്മളിവിടെ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക. കണ്ടീഷണൽ കമ്പൈലേഷൻ യൂസ്ഡ് ഫോർ ഡീബഗ് വേർഷൻസ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ടെസ്റ്റിംഗ് പ്രോഗ്രാം, നമ്മളൊരു പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇപ്പം ഡീബഗിങ് മോഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ എറർ മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം എല്ലാം ഓഫ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡീബഗിങ് മോഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോഡ് സ്കിപ്പ് ചെയ്യും. അത് ഡീബഗിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്കിപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ എംബഡഡ് സി പഠിക്കുന്ന സമയത്ത് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ്സ് പഠിച്ചു, എറേസ് ആൻഡ് സ്ട്രിങ് പഠിച്ചു, എറേ എന്താ സ്ട്രിങ് എന്താ പഠിച്ചു, സ്ട്രക്ചേഴ്സ് ആൻഡ് യൂണിയൻസ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലാക്കുകയാണ്, യൂണിയൻ എന്ന് പറഞ്ഞാൽ സെയിം മെമ്മറി ഷെയർ ചെയ്യണത് ഒരു ഇതിൻ്റെ ഉള്ളിലാക്കുക. പിന്നെ പോയിൻറ്റേഴ്സ് പഠിച്ചു, പിന്നെ ഫങ്ഷൻസ്. ഓക്കെ, ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ പിന്നെ കോൾ ചെയ്യുമ്പം സെയിം സാധനം വർക്കാവും. പിന്നെ ലൂപ്പ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഇൻഫിനിറ്റ് ലൂപ്പ്. പിന്നെ കൺട്രോൾ, ഇഫ് ആൻഡ് എൽസ്, പിന്നെ സ്വിച്ച്. ഓക്കെ, പിന്നെ ഇവിടെ ബിറ്റ് മാനിപ്പുലേഷൻ, ബിറ്റുകൾ എന്താ, സോ ഈ തിങ്സ് ഒക്കെ പഠിച്ചു. ഓക്കെ, സോ നെക്സ്റ്റ് സിമ്പിൾ പോർട്ട് എഡിഷൻ പ്രോഗ്രാം. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ഒരു എക്സാമ്പിൾ കാണുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാം, ഒരു പോർട്ട് എഡിഷൻ്റെ. സോ ഇത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യും, പോർട്ട് 1 എന്നും പോർട്ട് 2 എന്നും 2 നമ്പേഴ്സ് റീഡ് ചെയ്യും.
എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യും. എന്നിട്ട് ആ റിസൾട്ട് പോർട്ട് 3 കൊടുക്കും. ഓക്കെ, അതായത് പോർട്ട് 1 ഒരു വാല്യൂ ഉണ്ടാവും, പോർട്ട് 2 ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഈ എയും ബിയും ആഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് ആഡ് ചെയ്യും? പോർട്ട് 3 സ്റ്റോർ ചെയ്യും. അതാണ് ഇവിടെ ഈ പ്രോഗ്രാമിൽ പറയണത്. ഓക്കെ, സോ ഫസ്റ്റ് ഒരു പോർട്ട് എന്താണെന്ന് പറയുക. പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്ന പിന്നുകളുണ്ടല്ലോ, ആ പിന്നുകൾ വെച്ച് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിവൈസസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ അതിനാണ് ഈ പോർട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കറിയില്ല പോർട്ട് ത്രൂ ആണ് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് പോർട്ട്സ് ഉണ്ടാവും. സോ ഇവിടെ നമ്മൾ പറയണത് 8051 പറ്റിയാണ്. ഓക്കെ, 8051 എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളറാണ്. ഓക്കെ, ഈ 8051 മൈക്രോ കൺട്രോളറിന് 4 പോർട്ടാണ് ഉള്ളത്. 8051 മൈക്രോ കൺട്രോളറിന് 4 പോർട്ടാണ് ഉള്ളത്. സോ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ P0, P1, P2, P3 4 പോർട്ട്സാണ് ഉള്ളത്. ഓക്കെ, ഈ 4ഉം എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളാണ്. നാലും ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളാണ്. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. 8051 മൈക്രോ കൺട്രോളറിന് 4 പോർട്ടാണുള്ളത്. P0, P1, P2, P3. ഓക്കെ, 4 പോർട്ടുകളാണുള്ളത്. ഓരോ പോർട്ടിനും 8 പിന്നുകളുണ്ട്. ഓക്കെ, 8 പിന്നുകളുണ്ട് ഓരോ പോർട്ടിനും. അതും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു പ്രോഗ്രാമിൻ്റെ എഡിഷൻ കോഡാണ് വേണത്. അതായത് P0 ഇപ്പോൾ ഇവിടെ നമ്മൾ റിക്വയർമെൻറ്റ് എന്താണ്? P1, P2 2 പോർട്ടിൽ, അല്ലെങ്കിൽ P0, P1 2 പോർട്ടിലുള്ള വാല്യൂസ് എടുത്ത് ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു P3 എന്ന് പറഞ്ഞ പോർട്ടിലേക്ക് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ 8051 അതിന് 4 പോർട്ടുണ്ട്. P0, P1, P2, P3 ആണ്. ആൻഡ് ഓരോ പോർട്ടിനും 8 പിൻസ് ഈച്ച് ഉണ്ട്. ഓക്കെ, ഓരോ പോർട്ടിനും P0 to P7 വരെ. ഓക്കെ, P0 നട്ട് തുടങ്ങുക. P1 to P8 അല്ല, P0 to P7 ആണ്. അപ്പോൾ നമ്മൾ കോഡിൽ ഫസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഇവിടെ ഞാൻ ഇപ്പോൾ എഴുതിയ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? 4 പോർട്ടും ഓരോ പോർട്ടിന് 8 പിന്ന് ഒക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളാണെന്നൊക്കെ. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ കാണാം #include reg51.h. ഓക്കെ, അതെന്താണ്? ഹെഡർ ഫയലാണ്. അപ്പോൾ ഫസ്റ്റ് എന്താ ഉണ്ടാവുക? എപ്പോഴും ഹെഡർ ഫയലാണ് ഉണ്ടാവുക. അപ്പം 8051 ആവശ്യമുള്ള ഹെഡർ ഫയലാണത്. അപ്പോൾ ഇതിൽ എന്താ ഇപ്പം ഇത്ര പോർട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പോർട്ടുകൾ, ടൈമേഴ്സ്, രജിസ്റ്റേഴ്സ് ഒക്കെ അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് നമ്മളിവിടെ ഹെഡറായിട്ട് യൂസ് ചെയ്തത്. ഓക്കെ, സോ ഈ ഫയലില്ലാതെ നമുക്ക് ഏതൊക്കെ പോർട്ടെന്നൊന്നും അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് വോയിഡ് മെയിൻ. ഇത് മെയിൻ ഫംഗ്ഷനാണ്. വോയിഡ് മെയിൻ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനാണ്. ഓക്കെ, സോ എല്ലാ എംബെഡഡ് സി പ്രോഗ്രാംസും എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക മെയിൻ തൊട്ടിട്ടാണ്. ഓക്കെ, മെയിൻ്റെ താഴെയുള്ള സാധനങ്ങളാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുക. ഓക്കെ, സോ നെക്സ്റ്റ് അൺസൈൻഡ് ക്യാർ ABC. അതായത് ഇവിടെ 3 ക്യാരക്ടേഴ്സ് ഡിക്ലെയർ ചെയ്തിടും, 3 വേരിയബിൾസ്. അതായത് A, B, C എന്ന് പറഞ്ഞ 3 വേരിയബിൾസ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത്. എല്ലാം അൺസൈൻഡ് ക്യാരക്ടേഴ്സാണ്. ഇവിടെ നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുത്തത് അൺസൈൻഡ് ക്യാരക്ടേഴ്സാണ്. ഓക്കെ, സോ അപ്പോൾ അൺസൈൻഡ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് എന്താ? പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ അൺസൈൻഡ് ക്യാരക്ടേഴ്സിൻ്റെ സൈസ് എത്രയായിരുന്നു? അൺസൈൻഡ് ആകുമ്പോൾ 8 ബിറ്റാണ് സൈസ് ഉണ്ടാവുക. അപ്പോൾ 8 ബിറ്റ് പറഞ്ഞാൽ 0 to 255 ആണ് ഉണ്ടാവുക. ഓക്കെ, അതൊക്കെ നമുക്കറിയാം, മുമ്പ് നമ്മൾ പഠിച്ചാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ എയിൽ നമ്മൾ പോർട്ട് 1 വാല്യൂ സ്റ്റോർ ചെയ്യും. B എന്ന് പറഞ്ഞാൽ പോർട്ട് 2 ആണ്. C എന്ന് പറഞ്ഞാൽ പോർട്ട് 3 ആണ്. ഓക്കെ, അതായത് C എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഔട്ട്പുട്ടാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, സോ കമ്മിങ് P1 is equal to 0 into FF. അവിടെ നമ്മൾ കൊടുത്തിട്ട് മേക്ക് പോർട്ട് 1 ആസ് ഇൻപുട്ട്, പോർട്ട് 2 ആസ് ഇൻപുട്ട്. അപ്പോൾ P1 P2 ഇൻപുട്ടാണ്, അതായത് A ആൻഡ് B ആണ്. ഓക്കെ, അപ്പോൾ P1 is equal to 0 into FF. ഈ 0 into FF എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈ ബിറ്റ്സ് ആണ്. 0 FF എന്ന് പറഞ്ഞാൽ ഫുള്ളാണ്. അപ്പോൾ 1 1 1 1 1 1 1 1 ഇതാണ് വാല്യൂ. അപ്പോൾ P1ൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 1 1 1 1 1 1 1 1. ഓക്കെ, ഫുള്ളാണ്, അതായത് ഹൈ ആണ്. ഓൾ 8 പിൻസ് ഹൈ ആക്കി മീൻസ് ഓൺ ആക്കി വെക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ P2. അപ്പോൾ P2 എന്താ? സെയിം ആണ്. അപ്പോൾ P2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 1 1 1 1 1 1 1. ഓക്കെ, അപ്പോൾ P2 നമ്മൾ അങ്ങനെ ആക്കി വെച്ച്. പിന്നെ ഇവിടെ പറഞ്ഞ് അപ്പം നമ്മൾ എന്താ നമുക്കറിയാം, അതായത് പോർട്ടുകൾ P1 P2 P3 അങ്ങനെയാണ്. ആൻഡ് ഔട്ട്പുട്ട് നമ്മൾ നെക്സ്റ്റ് പോർട്ടിലേക്ക് ഇടേണ്ടത്. അപ്പോൾ
അപ്പോൾ ഇതിനെ എയും ബിയും നമ്മൾ P1 P2 ആക്കി വെക്കും, മനസ്സിലായില്ലേ? അപ്പം ഈ പോർട്ട് 1ലുള്ള ഡാറ്റനെ റീഡ് ചെയ്തിട്ട് എയിലേക്ക് സ്റ്റോർ ചെയ്യും, പോർട്ട് 2ലുള്ള ഡാറ്റനെ റീഡ് ചെയ്തിട്ട് ബിയിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഔട്ട് C ആണ് കിട്ടുക. അപ്പോൾ സീനെ നമ്മളെങ്ങനെ കിട്ടുക? A+B ആഡ് ചെയ്യുമ്പോഴാണ് സീനെ കിട്ടുക. ഓക്കെ, A+B ആഡ് ചെയ്യുന്ന സമയത്താണ് സീനെ കിട്ടുക. ഇവിടെ ഉണ്ടോ ഈ 2 വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ. എന്നിട്ട് ഈ C വാല്യൂനെ P3യിലേക്ക്, അതായത് വേറെ പോർട്ടിലേക്ക്, പോർട്ട് നമ്പർ 3യിലേക്ക് സ്റ്റോർ ചെയ്യും. ഇതാണ് നമ്മളെ റിക്വയർമെൻറ്റ്, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോഡ് ചെയ്തത്. സിമ്പിളാണ്. ഞങ്ങളിങ്ങനെ ഇപ്പം ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് വരികയാണെങ്കിൽ ഇപ്പം അങ്ങനെ ജസ്റ്റ് എക്സാമ്പിളായിട്ട് വരാൻ ചാൻസ് ഇല്ല തോന്നുന്നു. സോ ഇപ്പം കോഡ് C പ്രോഗ്രാമും പൈത്തണൊക്കെ പഠിച്ചാലോ, അപ്പോൾ C പ്രോഗ്രാമൊക്കെ ബേസിക് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഹെഡർ ഫയൽസ് കൊടുക്കുക, എന്താണ് ഇവിടുത്തെ സിനാരിയോ അത് മനസ്സിലാക്കിയിട്ട് ഇപ്പം നമുക്ക് സിനാരിയോ ഇവിടെ ജസ്റ്റ് മനസ്സിലായില്ലേ? 8051 എന്താ 4 പോർട്ടാണുള്ളത്, പിന്നെ ഓരോ പോർട്ടിൽ അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തില്ല. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇവിടെ തന്നതെന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ 2 നമ്പർ വായിച്ചിട്ട് പോർട്ട് 1ലും പോർട്ട് 2ലുള്ള 2 നമ്പർ വായിക്കുക, അത് ആഡ് ചെയ്തിട്ട് പോർട്ട് 3യിലേക്ക് സ്റ്റോർ ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ അത് വെച്ച് ഈ കോഡ് ചെയ്താൽ സിമ്പിളല്ലേ? അപ്പോൾ നിങ്ങൾ 0 × FF ഇവിടെ ഉണ്ടോ, 0FF ആ വാല്യൂ ഒന്നും കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ഔട്ട്പുട്ട് ഇവിടെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇതാണ് ഈ സിമ്പിൾ പ്രോഗ്രാമിൻ്റെ എക്സ്പ്ലനേഷൻ. മനസ്സിലായോ? ഈ പ്രോഗ്രാമിങ് എങ്ങനെ ഓരോ ഈ ഹെഡർ ഫയൽ കൊടുത്തത് എന്തിനാന്നൊക്കെ. അപ്പോൾ ഈ ഹെഡർ ഫയലിനുള്ളിൽ 8051 ഹെഡർ ഫയലാണത്. അതിൻ്റെ പോർട്ട്, അതിൻ്റെ രജിസ്റ്റേഴ്സ്, അതിൻ്റെ ബാക്കി ഹാർഡ്വെയർ റിലേറ്റഡ് സാധനങ്ങൾ, ഇൻഫർമേഷൻസ് ഒക്കെ ഈ ഒരു ഹെഡർ ഫയലിനുള്ളിലാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ എക്സ്പ്ലനേഷൻ. സോ ഇങ്ങനെ ഇപ്പം പൊതുവേ ഒരു എക്സാമ്പിൾ റിലേറ്റഡ് ആണെങ്കിൽ 8051 എക്സാമ്പിളായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പം മുകളിൽ നമ്മൾ വേറൊരു കോഡൊക്കെ പറഞ്ഞല്ലോ, സിമ്പിൾ കോഡ്. അപ്പം അങ്ങനെ എന്താ ക്വസ്റ്റ്യൻ ഉള്ളത് അത് വെച്ച് കോഡ് എഴുതാൻ നോക്കണം. ഓക്കെ, സോ കമ്മിങ് ടു നെക്സ്റ്റ് തിങ്. നെക്സ്റ്റ് ഇസ് മൈക്രോ കൺട്രോളർ വേഴ്സസ് മൈക്രോ പ്രൊസസ്സർ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ മൈക്രോ കൺട്രോളർ എന്താണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം ഒരു ഇങ്ങനെ ആലോചിക്കുക, ഒരു ലാപ്ടോപ്പിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഒരു മൈക്രോ കൺട്രോളറാണോ ഒരു മൈക്രോ പ്രൊസസ്സറാണോ? അറിയോ? ഒരു ലാപ്ടോപ്പ് പൊതുവേ എന്താ യൂസ് ചെയ്യുക? മൈക്രോ കൺട്രോളറാണോ? ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ആണെങ്കിൽ, ഒരു ഓവൻ ഒക്കെ നമ്മൾ പറഞ്ഞാൽ എന്താ മൈക്രോ പ്രൊസസ്സേഴ്സ് ആണെന്ന് അല്ലേ? അപ്പോൾ എന്താ ഒരു മൈക്രോ കൺട്രോളേഴ്സ് ആണെന്ന് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു മൈക്രോ പ്രൊസസ്സേഴ്സ് എന്താണ് അറിയോ? മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഈ CPU ഉണ്ടല്ലോ, അതിനെ മാത്രമാണ് പറയുന്നത് മൈക്രോ പ്രൊസസ്സർ എന്ന്. ഈ പ്രോസസ്സിങ്, അതേപോലെ ഈ ഡിസിഷൻസ്, ഈ കാൽക്കുലേഷൻസ് അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതാണ് CPU. ആ CPU ഓൺലി ആണ് പ്രൊസസ്സർ ഇസ് ഓൺലി ദ CPU. സോ മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ എന്താ, ആ CPUവിനെ മാത്രം. ഇപ്പോൾ ഈ മൈക്രോ കൺട്രോളറിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? CPU ഉണ്ടാവും, RAM ഉണ്ടാവും, ROM ഉണ്ടാവും, ADC അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ മൈക്രോ കൺട്രോളറിൻ്റെ ഉള്ളിലുള്ള പ്രൊസസ്സർ, അതായത് ആ CPUവിനാണ് മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? സോ ഇറ്റ് പെർഫോംസ് പ്രോസസ്സിങ്, അങ്ങനത്തെ ടാസ്കുകളൊക്കെ അത് പെർഫോം ചെയ്യും. സോ അതിന് അതേപോലെ പ്രോസസ്സ് ചെയ്യാൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള RAM ROM ഒക്കെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച ഡയഗ്രം ഓർമ്മ ഉണ്ടോ? എംബെഡ് സിസ്റ്റത്തിൽ ലെഫ്റ്റിൽ മൈക്രോ കൺട്രോളർ, റൈറ്റിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ പറയും. അപ്പോൾ അതിനുള്ളിലുള്ള ആ CPUവിനാണ് മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുന്നത്. അപ്പോൾ ആ CPUവിന് വർക്ക് ചെയ്യാൻ RAM ROM ഒക്കെ വേണ്ടേ? അതാണ്. ഓക്കെ, സോ മൈക്രോ പ്രൊസസ്സർ സിംപ്ലി കൺസിസ്റ്റ് ഓഫ് ദ പ്രൊസസ്സർ, ദ ALU, അതായത് പ്രോസസ്സിംഗ് യൂണിറ്റ് മാത്രമാണ് മൈക്രോ പ്രൊസസ്സർ. ദ ഇൻസ്ട്രക്ഷൻ ഡീകോഡേഴ്സ് ആൻഡ് എ ഫ്യൂ രജിസ്റ്റേഴ്സ് വിച്ച് ആർ യൂസ് ടു സ്റ്റോർ ഡാറ്റ. സോ അതൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണം. ഓക്കെ, മൈക്രോ കൺട്രോളർ ഇൻക്ലൂഡ്സ് എ പ്രൊസസ്സർ, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ, രജിസ്റ്റേഴ്സ്, കോഡ് സ്റ്റോറേജ്, RAM ROM അതൊക്കെ മൈക്രോ കൺട്രോളറിലുണ്ട്. മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു CPU മാത്രമാണ്. ഓക്കെ, IO പിൻസ്, ടൈമേഴ്സ്, ഇൻറ്ററപ്റ്റ് കൺട്രോൾ, ഇതൊക്കെ കൺട്രോളറിലുണ്ട് നമ്മൾ പഠിച്ചത്. പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ വെറും CPU മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് ദാറ്റ് ഈസ് ദ മൈക്രോ കൺട്രോളർ ഇസ് എ മൈക്രോ പ്രൊസസ്സർ വിത്ത് സം ബേസിക് മൊഡ്യൂൾസ്. ഓക്കെ, മൈക്രോ പ്രൊസസ്സറിൻ്റെ കൂടെ വേറെ മൊഡ്യൂൾസ് കൂടുമ്പോഴാണ് മൈക്രോ കൺട്രോളർ ആവണത്. ഓക്കെ, ലൈക്ക് ഇപ്പം നോക്ക്, ഇതൊരു മൈക്രോ കൺട്രോളറാണ്, അതിൻ്റെ ഉള്ളിലൊരു മൈക്രോ പ്രൊസസ്സർ, പിന്നെ അതിൻ്റെ കൂടെ RAM ROM അങ്ങനത്തെ ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇസ് കമ്പോണൻസ് ഓഫ് മൈക്രോ പ്രൊസസ്സർ ഓർ കൺട്രോളർ. അപ്പോൾ കമ്പോണൻസ് എന്തൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ CPU, RAM, ROM, IO ഇൻപുട്ട് ഔട്ട്പുട്ട്സ്, ബസ്സുകൾ, മെമ്മറീസ്, അതായത് RAM ROM, പിന്നെ ടൈമേഴ്സ്, ഇൻറ്ററപ്റ്റ്,
പോർട്ടുകൾ, സീരിയൽ പോർട്ട് കമ്മ്യൂണിക്കേഷൻ, പാരലൽ പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ മുകളിൽ പറഞ്ഞതാണ്. സോ സീരിയൽ പോർട്ട്സ്, പാരലൽ പോർട്ട്സ് ഇതൊക്കെ ഉണ്ടാവും ഒരു മൈക്രോ പ്രൊസസ്സർ ഓരോ കൺട്രോളേഴ്സിൻ്റെ മെയിൻ കമ്പോണൻസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത് ഫസ്റ്റ് ആ ഡയഗ്രത്തിൽ തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് ജനറൽ പർപ്പസ് മൈക്രോ പ്രൊസസ്സർ. നെക്സ്റ്റ് ഇതാണ്. സോ ജനറൽ പർപ്പസ് മൈക്രോ പ്രൊസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ CPU ഫോർ കമ്പ്യൂട്ടേഴ്സാണ്. സോ ഈ ജനറൽ പർപ്പസ് മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു CPU ആണ്. പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു CPU ആണ് മൈക്രോ പ്രൊസസ്സർ. ജനറൽ പർപ്പസ് ആയിട്ടുള്ള നോർമൽ ജനറൽ പർപ്പസ് ആയിട്ടുള്ള മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ മൈക്രോ പ്രൊസസ്സർ എന്താ, വെറും CPU മാത്രമാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നോ റാം, റോം അങ്ങനത്തതൊന്നും ഇല്ല. അതൊക്കെ എക്സ്ട്രാ ആക്സസ് ചെയ്യണം. ഓക്കെ, എക്സ്റ്റേണൽ കമ്പോണൻസ് ആണ് റാം, റോമും ഒക്കെ. ഓക്കെ, സോ കോമൺലി നോ റാം, റോം, IO ഓൺ CPU ചിപ്പ് ഇറ്റ് സെൽഫ്. സോ അതൊക്കെ എക്സ്റ്റേണലി അതിന് എക്സ്റ്റേണൽ റിസോഴ്സസ് ആയിട്ട് എടുക്കണം. ഓക്കെ, സോ മൈക്രോ പ്രൊസസ്സേഴ്സ് എന്താ, ഇസ് ഒൺലി ദ CPU. ഇറ്റ് കനോട്ട് വർക്ക് അലോൺ. സോ അതിൻ്റെ കൂടെ റാമും റോമും ഒക്കെ കൂടുമ്പോഴാണ് അതൊരു മൈക്രോ കൺട്രോളർ ആവുന്നത്. ഓക്കെ, സോ ഇവിടെ ഉണ്ടോ ജനറൽ CPU, അതായത് ജനറൽ പർപ്പസ് മൈക്രോ കൺട്രോളർ ഇതാ ഇവിടെ. ആൻഡ് അതിന് CPU എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ കളറിലുള്ളതാണ്. ഓക്കെ, സോ ഇതൊരു ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടറാണ്. സോ അത് കാൽക്കുലേഷൻസ് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യും, അതൊക്കെ ചെയ്യും. ഓക്കെ, പക്ഷേ CPU ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ CPUൻ്റെ ഉള്ളിൽ റാം, റോം, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളോ ടൈമേഴ്സോ ഒന്നുമില്ല. അതുകൊണ്ട് CPU ഒറ്റയ്ക്ക് ഒരു വർക്കും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളത് ഡാറ്റ ബസ്സാണ്. അപ്പോൾ ഈ ഡാറ്റ ബസ് എന്താ, ഡാറ്റ ബസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാസ് CPU ആൻഡ് അതർ കമ്പോണൻസ് കണ്ടോ, CPU ആൻഡ് അതർ കമ്പോണൻസ് തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ നടത്താനാണ് ഈ ഡാറ്റ ബസ് ഉള്ളത്. ഓക്കെ, സോ CPU ഇപ്പം എന്തെങ്കിലും ഡാറ്റ ആണെങ്കിൽ റാമിൽ പോയിട്ട് അതെടുത്തിട്ട് ഡാറ്റ ബസ് CPU കൊടുക്കും. ഓക്കെ, പിന്നെ അഡ്രസ് ബസ്. അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ലൊക്കേഷൻസ്, അതായത് ഇന്ന സാധനം ഈ ലൊക്കേഷനിലാണെന്നുള്ള അഡ്രസ് ലൊക്കേഷൻസ് ഓഫ് ദ മെമ്മറി അല്ലെങ്കിൽ ഡിവൈസസിൻ്റെ ഒക്കെ അഡ്രസ് ലൊക്കേഷൻസ് സ്റ്റോർ ചെയ്തിട്ട് CPU ആവശ്യം ഉണ്ടാകുമ്പോൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്രസ് ബസ്. ഓക്കെ, നെക്സ്റ്റ് റാം. റാം എന്ന് പറഞ്ഞാൽ എന്താ, റാൻഡം ആക്സസ് മെമ്മറി, അതായത് ടെമ്പററി ഡാറ്റ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാം. ഓക്കെ, അപ്പോൾ റാമെന്നും റോം എന്ന് പറഞ്ഞാൽ എന്താ, പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം പെർമനൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഓഫ് ആയാലും ഡാറ്റ റിമെയിൻ ചെയ്യും അവിടെ. അപ്പോൾ അതിലൊക്കെ ഡാറ്റ സ്റ്റോർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ബസ്സുകൾ എടുത്തിട്ട് CPU കൊണ്ടുപോയി കൊടുക്കും എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡിവൈസസ് ആയിട്ട് CPU കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം, നമ്മൾ മുന്നേ പറഞ്ഞ സാധനങ്ങൾ എന്നാ. അപ്പോൾ ഇപ്പം മൗസ്, കീബോർഡ്, LED ഡിസ്പ്ലേ, സെൻസേഴ്സ്, അതൊക്കെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൽ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടൈമർ. ടൈമർ പറഞ്ഞാൽ എന്താ, ടൈം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. CPU എന്തെങ്കിലും ഒരു ടൈം ബേസ്ഡ് ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ടൈമർ. ഓക്കെ, ഇപ്പം 1 സെക്കൻഡ് ഡിലേ വെച്ചിട്ട് LED ബ്ലിങ്ക് ചെയ്യണം, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ. പിന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട്. സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട് പറഞ്ഞാൽ അതർ ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ഓക്കെ, സോ ഇവിടെ സീരിയലാണെങ്കിൽ 1 ബിറ്റ് ടൈം മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. പാരലലാണെങ്കിൽ മൾട്ടിപ്പിൾ ബിറ്റ്സ് അറ്റ് എ ടൈം ഡാറ്റ ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, സോ ഇതൊക്കെ CPU പുറത്താണ് ഇതൊക്കെ ഉള്ളത്. CPU വേറെയും ഈ സാധനങ്ങളൊക്കെ പുറത്തും. അതെന്തുകൊണ്ടാണ്, മദർ ബോർഡിൻ്റെ മുകളിൽ സെപ്പറേറ്റ്ലി ആണ് ഇങ്ങനെ ചിപ്പുകൾ പ്ലേസ് ചെയ്തത്. കാരണം മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു സാധനമാണ്, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല CPU. ഓക്കെ, സോ ജനറൽ പർപ്പസ് മൈക്രോ പ്രൊസസ്സർ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇത് നമ്മൾ മുന്നേ മറ്റേ ഫസ്റ്റിൽ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. ഫസ്റ്റ് ആ ഡയഗ്രത്തിൽ പറഞ്ഞ മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞു. അതിൽ മൈക്രോ പ്രൊസസ്സർ എന്താ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. നെക്സ്റ്റ് ഇസ് ദ, സോ ഈ ഡയഗ്രം കണ്ടോ, നെക്സ്റ്റ്. സോ ദിസ് ഇസ് ദ ജനറൽ പർപ്പസ് മൈക്രോ പ്രൊസസ്സർ ആർക്കിടെക്ചർ തന്നെയാണ്. സോ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ 8051 ആണ് ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഫിഗറിൽ നമുക്ക് ഫസ്റ്റ് കാണാം മൈക്രോ പ്രൊസസ്സർ. ഇതാണ് മൈക്രോ പ്രൊസസ്സർ. ഓക്കെ, ഈ സ്ക്വയർ ബോക്സ് ഇവിടെ ഉള്ള കണ്ടോ, ഈ റെക്റ്റാങ്കിൾ ബോക്സ് ഇതാ, മനസ്സിലായില്ലേ, ഈ റെക്റ്റാങ്കിൾ ബോക്സാണ് മൈക്രോ പ്രൊസസ്സർ. ഓക്കെ, അവിടെ എഴുതിയണല്ലോ മൈക്രോ പ്രൊസസ്സർ സെൻറ്ററിലുള്ള ബ്ലോക്കാണ്. സോ ലാർജ് റെക്റ്റാങ്കിൾ ആയിട്ടുള്ളതാണ്. സോ ഇതാണ് ബ്രെയിൻ ഓഫ് ദ സിസ്റ്റം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും, CPU ഉണ്ടാവും, എർത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ടാവും, രജിസ്റ്റേഴ്സൊക്കെ ഉണ്ടാവും. ഓക്കെ,
നെക്സ്റ്റ് പിന്നെ ഈ പ്രൊസസ്സർ എന്താ ചെയ്യുക, എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ A+B=C എന്നൊക്കെ കൊടുത്താൽ ഇന്ന ആക്ഷൻസൊക്കെ ഇൻസ്ട്രക്ഷൻസൊക്കെ പെർഫോം ചെയ്യാൻ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഈ മൈക്രോ പ്രൊസസ്സർ ഈ പ്രൊസസ്സർ ഉള്ളത്. പിന്നെ ALU എന്തിനാ, ALU എന്ന് പറഞ്ഞാൽ എഡിഷൻ, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റാണല്ലോ, എഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ALU. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മോളാണ് പക്ഷേ ഫാസ്റ്റ് മെമ്മറി ലൊക്കേഷൻസ് ആണ് ഇൻറ്റു CPU. അപ്പോൾ ഇത് CPU-ലുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ആണ്. ഡാറ്റ നമുക്ക് ടെമ്പററി സ്റ്റോറേജ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് രജിസ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ മൈക്രോ പ്രൊസസ്സറിൻ്റെ ഉള്ളിൽ പ്രൊസസ്സർ, ALU ആൻഡ് രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഇനി പുറത്തുള്ളതൊക്കെയാണ് എക്സ്റ്റേണൽ കമ്പോണൻസ്. ഓക്കെ, പുറത്തുള്ളതൊക്കെയാണ് എക്സ്റ്റേണൽ കമ്പോണൻസ്. അപ്പോൾ എക്സ്റ്റേണൽ കമ്പോണൻസിൽ ഫസ്റ്റ് നമ്മൾ റോം എടുക്കുക, റൈറ്റ് സൈഡിൽ റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്, പെർമനൻ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. പിന്നെ റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, ടെമ്പററി ആണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണൽ ഡിവൈസസ് ആയിട്ട് മൈക്രോ പ്രൊസസ്സറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ഉള്ളത്. അത് ഇപ്പോൾ ഏതൊക്കെ ഇൻപുട്ടായിട്ട് ഏതൊക്കെയാണ്, ഇൻപുട്ട് കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസാണ്, മൗസ് ഒരു ഇൻപുട്ട് ഡിവൈസാണ്, സെൻസർ ഒരു ഇൻപുട്ട് ഡിവൈസാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെ വരെ LED, LCD ഡിസ്പ്ലേ, പ്രിൻ്ററൊക്കെ ഒരു ഔട്ട്പുട്ട് ഡിവൈസായിട്ട് വരും. പിന്നെ ലെഫ്റ്റിൽ ടൈമർ പറഞ്ഞാൽ സെയിം തിങ്, ടൈം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ദ ഡിലേ ജനറേഷൻ ഓർ ടൈം മാനേജ്മെൻറ്റ് ഓർ കൗണ്ടിങ് ഇവൻറ്റ്സ്. So suppose if we give a condition like blink an LED every 1 second, so the timer keeps track of the 1 second interval and the LED will blink in each 1 second. So അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ കൊടുക്കാൻ നമുക്ക് ടൈമർ യൂസ് ചെയ്യാം. പിന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്താ, പ്രൊസസ്സർ അതർ ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീരിയലാകുമ്പോൾ 1 bit at a time കമ്മ്യൂണിക്കേഷനാണ് നടക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹോൾ വർക്കിംഗ് എങ്ങനെ വരിക, അപ്പോൾ എന്തെങ്കിലും നമ്മൾ പവർ ഓൺ ചെയ്താൽ മൈക്രോ പ്രൊസസ്സർ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇൻപുട്ട്, അതായത് റോമിലുള്ള ഡാറ്റ റീഡ് ചെയ്യും, എന്നിട്ട് പിന്നെ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സ്റ്റോർ ചെയ്യാനുള്ള റാമിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ അത് ഈ പ്രൊസസ്സർ, ALU, രജിസ്റ്റേഴ്സൊക്കെ കൂടി അത് പ്രോസസ്സ് ചെയ്യും. ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ALU ചെയ്യും, അതൊക്കെ പ്രോസസ്സ് ചെയ്യും. പ്രൊസസ്സർ അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് IO ഡിവൈസിന് ഇൻപുട്ട് എടുക്കുക കേട്ടോ ചെയ്യുക. എന്നിട്ട് പിന്നെ ടൈമർ ആവശ്യമുണ്ടെങ്കിൽ ടൈമർ യൂസ് ചെയ്യും. പിന്നെ സീരിയൽ പോർട്ടിൽ കൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എന്നിട്ട് ഔട്ട്പുട്ട് കൊടുക്കും. ഓക്കെ, ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ട് നിൽക്കും. ഓക്കെ, ഇതാണ് 8051 പ്രോസസ്സർ. 8051 എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സറാണ്. സോ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം പോലെയാണ് ഇത്. അപ്പോൾ പ്രൊസസ്സറാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഡയഗ്രാം. ഓക്കെ, നമ്മൾ മൊഡ്യൂളിൽ ഫസ്റ്റിൽ പഠിച്ചത് എന്താ, മൈക്രോ കൺട്രോളറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊസസ്സർ എന്താണെന്ന് പറഞ്ഞത്. ഓക്കെ, സോ അതിൻ്റെ ഉള്ളിലുള്ള CPU മാത്രമാണ് പ്രൊസസ്സർ. ഓക്കെ, അപ്പോൾ ജനറൽ പർപ്പസ് പ്രൊസസ്സർ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ മൈക്രോ കൺട്രോളർ. ഇതെന്താ, സിംഗിൾ ചിപ്പ് കമ്പ്യൂട്ടർ. സിംഗിൾ ചിപ്പിൻ്റെ മുകളിൽ നമ്മൾ കമ്പ്യൂട്ടർ ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് ഒരു മൈക്രോ കൺട്രോളർ. അപ്പോൾ ആ ചിപ്പിൻ്റെ മുകളിൽ തന്നെ RAM, IO എല്ലാം ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസാണ് മോട്ടോറോളാസ് 6811, ഇൻറ്റൽ. അപ്പോൾ മോട്ടോറോള അതൊക്കെ കമ്പനിയാണ് കേട്ടോ. അതിൻ്റെ 6811 മൈക്രോ കൺട്രോളർ ഉണ്ട്, 8051 മൈക്രോ കൺട്രോളർ ഉണ്ട്, പിന്നെ സെലോഗ്സിൻ്റെ Z8 മൈക്രോ കൺട്രോളർ ഉണ്ട്. സോ അതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസാണ്. അപ്പോൾ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെപ്പറേറ്റ് RAM ഒന്നും വേണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ എവറിത്തിങ് ബിൽഡായിട്ട് ആ ചിപ്പിൻ്റെ മുകളിൽ ഉണ്ടാവും. ഓക്കെ, സോ ഈ ഹോൾ സ്ക്വയർ ഇതാണ് ഒരു മൈക്രോ കൺട്രോളർ. കണ്ടോ, ഈ മൊത്തത്തിലുള്ള ഈ വൈറ്റ് സ്ക്വയർ ഇതാണ് മൈക്രോ കൺട്രോളർ. ഒരു സിംഗിൾ ചിപ്പാണ് മൈക്രോ കൺട്രോളർ. അതിൻ്റെ ഉള്ളിൽ തന്നെ CPU ഉണ്ടാവും, RAM ഉണ്ടാവും, ROM ഉണ്ടാവും, IO ഉണ്ടാവും, ടൈമർ ഉണ്ടാവും, സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട്, ഇതൊക്കെ ഒറ്റൊന്നിലുണ്ടാവും. ഓക്കെ, ഇതാണ് മൈക്രോ കൺട്രോളർ. നമ്മൾ ഫസ്റ്റത്തെ PPTൻ്റെ സ്ലൈഡിൽ തന്നെ ഇത് പഠിച്ചാണ്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ മൈക്രോ കൺട്രോളറും മൈക്രോ പ്രൊസസ്സറും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ മനസ്സിലായില്ലേ. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് CPU മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് CPU മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ എക്സ്റ്റേണലാണ്. ഇവിടെ മൈക്രോ കൺട്രോളറിൻ്റെ ഉള്ളിൽ തന്നെ CPU, RAM, ROM, ടൈമർ, IO എല്ലാം ഉണ്ടാവും. നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മിഡിലത്തെ അതാണ് മൈക്രോ കൺട്രോളർ. ഓക്കെ, അപ്പോൾ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഒക്കെ മൈക്രോ കൺട്രോളറിൻ്റെ ഇൻസൈഡ് തന്നെ ഉണ്ടാവും. ഓക്കെ, മൈക്രോ പ്രൊസസ്സറിൻ്റെ എക്സ്റ്റേണൽ ഡിവൈസസ് ആണ് RAM, ROM ഒക്കെ നമ്മൾ പഠിച്ചതാണ് മൈക്രോ പ്രൊസസ്സറിൻ്റെ. പക്ഷേ മൈക്രോ കൺട്രോളറിൻ്റെ എക്സ്റ്റേണൽ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ, അതേപോലെ മോട്ടോർ കൺട്രോളർ, അതൊക്കെയാണ് എക്സ്റ്റേണലായിട്ട് വരിക. ഓക്കെ, അപ്പം ഈ മൈക്രോ കൺട്രോളറിൻ്റെ ഉള്ളിൽ തന്നെയാണ് RAM, ROM, ടൈമർ, സീരിയൽ കമ്മ്യൂണിക്കേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ. ഇത് നമ്മൾ മുന്നേ പഠിച്ച അതേ സാധനം തന്നെയാണ്. ഓക്കെ,
സോ കമ്മിങ് ടു നെക്സ്റ്റ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ കൺട്രോളർ ആൻഡ് മൈക്രോ പ്രൊസസ്സർ. ഓക്കെ, മൈക്രോ കൺട്രോളറും മൈക്രോ പ്രൊസസ്സറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പോൾ മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ സി പി യു ഒരു സ്റ്റാൻഡ് അലോൺ ആണ്, സി പി യു ഒറ്റക്കാണ്, റാം റോമൊക്കെ സെപ്പറേറ്റ് ആണ്. മൈക്രോ കൺട്രോളറിലോ എല്ലാം ഓൾ ഓൺ വൺ സിംഗിൾ ചിപ്പാണ്. പിന്നെ ഡിസൈനർ ക്യാൻ ഡിസൈഡ് ഓൺ ദ എമൗണ്ട് ഓഫ് റോം റാം. അപ്പോൾ മൈക്രോ പ്രൊസസ്സറിൽ ഡിസൈനർക്ക് തീരുമാനിക്കുക എത്ര റോം വേണം, എത്ര റാം വേണം എന്നൊക്കെ. പക്ഷേ മറ്റേതിലൊരു ഫിക്സ് സൈസാണ്, ഒരു ചിപ്പിൻ്റെ മുകളിൽ റാം റോമൊക്കെ ഫിക്സ്ഡ് ആണ് മൈക്രോ കൺട്രോളറിൽ. പിന്നെ മൈക്രോ പ്രൊസസ്സർ എക്സ്പെൻസീവ് ആണ്. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് പവറും സ്പേസും അതിൻ്റെ ക്രിട്ടിക്കൽ കണ്ടീഷൻസൊക്കെ അനുസരിച്ചിട്ട് തീരുമാനിക്കാം. പിന്നെ വേഴ്സറ്റൈലാണ് മൈക്രോ പ്രൊസസ്സർ. ഓക്കെ, ബിറ്റ് ലെവൽ ഓപ്പറേഷൻസ് ആണ് മൈക്രോ കൺട്രോളർ. ഓക്കെ, പിന്നെ ജനറൽ പർപ്പസ് ആണ് മൈക്രോ പ്രൊസസ്സർ, മറ്റേത് സ്പെസിഫിക് ഒറ്റൊരു സിംഗിൾ പർപ്പസേ നടക്കുള്ളൂ. പിന്നെ ഹൈ പ്രോസസ്സിംഗ് പവറാണ്, ഇത് ലോ പ്രോസസ്സിംഗ് പവറാണ്. ഹൈ പവർ കൺസെപ്ഷനാണ് മൈക്രോ കൺട്രോളർ ആണെങ്കിൽ, ലോ പവർ കൺസെപ്ഷനാണ്. ദെൻ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഫോക്കസ് ഓൺ പ്രോസസ്സിംഗ് ഇൻറ്റൻസീവ് ഓപ്പറേഷൻസ്. അപ്പോൾ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടക്കാനാണ് മൈക്രോ പ്രൊസസ്സർ. കൺട്രോളർ ആകുമ്പം ഓൺ കൺട്രോൾ, അതായത് ബിറ്റ് ലെവൽ ഓപ്പറേഷൻസ് ആണ് നടക്കുക. പിന്നെ ഇവിടെ മൈക്രോ പ്രൊസസ്സറിൽ 32 or 64 ബിറ്റാണ്, മറ്റൊരു സ്മോൾ ബിറ്റ് 8 or 16 ബിറ്റാണ് ഉണ്ടാവുക. ഒരു സിംഗിൾ ഓർ 2 സ്റ്റേജസ് ഓഫ് പൈപ്പ് ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ മൈക്രോ പ്രൊസസ്സർ ആണെങ്കിൽ കുറേ സ്റ്റേജസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഭയങ്കര പവർ കൂടുതലും വേണം, പ്രോസസ്സിങ് പവർ ഹൈ ആണ്, പവർ കൺസെപ്ഷനും കൂടുതലാണ്, എക്സ്പെൻസീവും ആണ്. വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞാൽ മെനി ഡിഫറെൻറ്റ് ടാസ്കുകൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടാസ്കുകൾ പെർഫോം ചെയ്യുക. അതുകൊണ്ടാണ് ഇതെന്താണ് കുറേ ബിറ്റുകളുണ്ട്. മറ്റേ 8 to 16 ബിറ്റുള്ളൂ, 1 or 2 സൈക്കിൾസേ അത് പെർഫോം ചെയ്യുള്ളൂ. ഓക്കെ, മനസ്സിലായോ? സോ ഇതാണ് മൈക്രോ കൺട്രോളർ ആൻഡ് മൈക്രോ പ്രൊസസ്സറിൻ്റെ മെയിൻ ഡിഫറൻസ്. ഇനി പോപ്പുലർ മൈക്രോ കൺട്രോളേഴ്സ് ഇതാണ് 8051, മൈക്രോ ചിപ്പ് ടെക്നോളജി PIC, ATMEL AVR, ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതൊക്കെ ഒരു പോപ്പുലർ ആയിട്ടുള്ള മൈക്രോ കൺട്രോളേഴ്സാണ്.